സ്വാഗതം. പ്രഭാത ടാരക്കാട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ ഒരു സിറ്റുവേഷനാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഔട്ട്കം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ സിറ്റുവേഷൻ ഇന്നത്തെ ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്നത് ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ് എന്ന് പറയുന്നൊരു കാർഡാണ്. നമ്പർ 3 എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ നമ്മുടെ ഇന്നതൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു വേദനയിലാണ് ഇരിക്കുന്നത്. എന്തോ നഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ഒരു ഹൃദയവേദനയുടെ ഒരു സിറ്റുവേഷനിലാണ് താങ്കൾ ഇരിക്കുന്നത്. അത് ജോലി സംബന്ധമായിട്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാവാം, ആരോഗ്യപരമായിട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പായിട്ടാവാം. പക്ഷേ എന്ത് തന്നെയായാലും നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയുണ്ട്, ഒരു നഷ്ടബോധം നമുക്ക് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സ് എന്താണ് നമുക്ക് തരുന്നൊരു സന്ദേശം എന്ന് ചോദിച്ചപ്പോൾ പേഷ്യൻസ് എന്ന് പറയുന്ന സന്ദേശമാണ് തരുന്നത്. പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്പർ 14, ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. നമ്മൾ അതിൽ ശരിക്കുള്ള റൈറ്റ് ആൻഡ് വൈറ്റിലൊരു മാലാഖയാണ് വരിക. ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളോട് ക്ഷമയുടെ ദിവസമാണ് പറയുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. എപ്പോഴും നമ്മൾ പ്രകൃതിയിൽ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നമ്മളൊരു വാഴ നട്ട് കഴിഞ്ഞാൽ ആ വാഴ കുലച്ച് വരുന്ന ഒരു സമയമെടുക്കും. നമ്മളതിൽ തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. അതേപോലെ ജീവിതത്തിൻ്റെ ചില വേദനകളും കാര്യങ്ങളും മാറാനായിട്ട് അതിൻ്റെ സമയമെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യാൻ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് ചോദിച്ചപ്പോൾ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ഇതിലാണ് പറയുന്നത്. ഇതും ഒരു മേജർ ആർക്കാന കാർഡാണ്. മേജർ ആർക്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ പടങ്ങളാണ്. ഇന്ന് നമ്മളോട് സത്യം അന്വേഷിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. സത്യം അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ഭയമുണ്ട്. നമുക്ക് കണ്ടറിയാം, നമ്മൾ 2 തട്ടിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ ഈ തുലാഭാരമൊക്കെ നടന്ന മാതിരിയുള്ളത്. അതായത് അപ്പുറത്ത് എന്താണുള്ളത് നമുക്കറിയില്ല. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാച്ചുറലി ഈ ഭാഗം പൊന്തുകയും ഭാഗം താഴും. ആ ഒരു പേടി നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റക്കായി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പുറത്ത് നമുക്കൊരു പ്രകാശമാനമായിട്ട് ഇത് കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളോട് പറയുന്നത് ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. കുറച്ച് ക്ഷമയുടെ ദിവസമാണ്. ഒരു വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷനിലുള്ള ആളായിരിക്കണം താങ്കൾ. അതുകൊണ്ടാണ് ഈ കാർഡ് റീഡിങ് കാണുന്നത്. പക്ഷേ കുഴപ്പമില്ല. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. സത്യം അറിയുന്നത് എപ്പോഴും നല്ലതാണല്ലോ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. വൈകിട്ട് കാണാം. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ.